എസ് വിഷൻ ബ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഫിഫ റാങ്കിംഗ് പ്രകാരം ആദ്യത്തെ 4 റാങ്കുകാരായ ഇംഗ്ലണ്ട്, അർജൻറ്റീന, ഫ്രാൻസ്, സ്പെയിൻ തുടങ്ങിയ 4 ടീമുകൾ സെമി ഫൈനലിൽ എത്തുന്ന ചരിത്രത്തിലെ ആദ്യത്തെ ഫിഫ ലോകകപ്പാണ് 2026 നടക്കുന്ന ആ ലോകകപ്പ്. ചരിത്രത്തിൽ ആദ്യമായാണ് ഫിഫ റാങ്കിങ്ങിൽ ആദ്യത്തെ 4 സ്ഥാനക്കാരായ ആളുകൾ സെമിയിൽ ഏറ്റുമുട്ടുന്നത്. വളരെ വിരോചിതമായ ആവേശകരമായ സെമിയെ ഉറ്റുനോക്കുന്ന സമയത്ത് അർജന്റീനയുമായി ബന്ധപ്പെട്ട ജെയ്സിയുടെ ചില വിശ്വാസങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഇന്ന് പങ്കുവെക്കുന്നത്. അർജന്റീന സാധാരണ നിലയിൽ അവരുടെ ദേശീയ പതാകയുടെ സ്വന്തമായ ജെയ്സിയാണ് പരമ്പരാഗതമായി കളിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് അർജന്റീന മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ സാധാരണ നിലയിലുള്ള ജെയ്സിക്കപ്പുറം കടുത്ത നീല നിറത്തിലുള്ള എവേ ജെയ്സി അണിയാൻ അനുവാദം ചോദിച്ചുകൊണ്ട് ഫിഫയ്ക്ക് കത്തു നൽകിയിട്ടുണ്ട് എന്നാണ്. എവേ ജെയ്സി എന്താണ് എന്നാണ് ഞാൻ നിങ്ങളുമായി ഇന്ന് സംവദിക്കുന്നത്. ഇതൊരു ജൂതമത വിശ്വാസപ്രകാരമുള്ള ഒരു ജെയ്സിയാണ് ഈ കടും നീല നിറത്തിലുള്ള എവേ ജെയ്സി. ഈ വിശ്വാസത്തെ ജൂതമതപ്രകാരം കബാല എന്നാണ് ഈ വിശ്വാസധാരയെ അറിയപ്പെടുന്നത്. കബാല എന്നുള്ള പേരിലാണ് ഈ വിശ്വാസധാര ജൂതമതത്തിൽ അറിയപ്പെടുന്നത്. സാധാരണഗതിയിലുള്ള പരമ്പരാഗതമായ ജെയ്സിക്കപ്പുറം ഈ പ്രാവശ്യം സെമിയിൽ ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടുമ്പോൾ വളരെ വലിയ രൂപത്തിൽ വിശ്വാസത്തെ കൂട്ടുപിടിക്കാൻ അർജന്റീനൻ ടീം തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അർജന്റീനൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം നമുക്ക് കിട്ടുന്ന സൂചനകൾ. ഇതൊരു ജൂതമത വിശ്വാസപ്രകാരമുള്ള ചിന്താധാരയിൽ നിന്നും അവരുടെ ആത്മീയധാരയിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു നിറവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ജെയ്സിയാണ്. 2026 വേൾഡ് കപ്പ്, ഫിഫയുടെ വേൾഡ് കപ്പിൽ തന്നെ ജോർദാനുമായിട്ടുള്ള മത്സരത്തിൽ അർജന്റീന നീല നിറത്തിലുള്ള എവേ ജെയ്സിയാണ് അണിഞ്ഞിട്ടുള്ളത്. യഹൂദ മതത്തിൽ നിന്നും ഉത്ഭവിച്ച നിഗൂഢവും തത്വശാസ്ത്രപരമായ വിശ്വാസധാരയാണ് കബാല. കബാല വിശ്വാസപ്രകാരമുള്ള കടും നീല നിറത്തിലുള്ള എവേ ജെയ്സി അണിയുന്നതിലൂടെ ദൈവിക സംരക്ഷണം കിട്ടുമെന്നും തന്ത്രപരമായി കളിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ദൈവികമായ അറിവ് ഈ ജെയ്സി ഇടുന്നതിലൂടെ അവർക്ക് ലഭ്യമാകുമെന്നാണ് കടും നീല നിറത്തിലുള്ള ഈ എവേ ജെയ്സി അണിയുന്നതിന് വേണ്ടി അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം. മറ്റൊരു നിറത്തിലുള്ള ഒരു ജെയ്സി കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിൽ ഉപയോഗിച്ചിരുന്നു. പർപ്പിൾ എവേ ജെയ്സിയാണ് അവർ ഉപയോഗിച്ചത്. കബാല വിശ്വാസപ്രകാരം ആത്മീയതയും അതോടൊപ്പം തന്നെ സമത്വവും വിഭാവനം ചെയ്യുന്ന ഈ വിശ്വാസത്തിലുള്ള ഒരു ജെയ്സി അണിയുന്നതിലൂടെ അവരുടെ ആത്മീയതയും സ്വത്വബോധവും സമത്വബോധവും ലിംഗസമത്വവുമൊക്കെ അവരിലേക്ക് അങ്കുലിക്കപ്പെടുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിൽ ഈ പർപ്പിൾ എന്ന് പറയുന്ന ജെയ്സിയാണ് അവർ അണിഞ്ഞത്. അത് ആ കാലഘട്ടത്തിൽ ഖത്തർ വേൾഡ് കപ്പ് നടന്നപ്പോൾ വലിയ ചർച്ചയുമായിട്ടുണ്ട്. അർജന്റീനയിലെ പല കളിക്കാരും കയ്യിൽ ഒരു ചുവന്ന നൂല് ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതൊരു വിശ്വാസത്തിന്റെ ഭാഗമായാണ് മെസ്സിയും കൂട്ടരും അത്തരത്തിലുള്ള ഒരു നൂല് കയ്യിൽ ധരിക്കുന്നത്. അങ്ങനെ കയ്യിൽ ഒരു നൂല് ധരിച്ചു കഴിഞ്ഞാൽ ജൂതമത വിശ്വാസത്തിന്റെ ഒരു ചിന്താധാരയായ കബാലയിൽ നിന്നാണ് ഈ ആശയവും കടന്നു വരുന്നത്. ഈ ഒരു കബാല വിശ്വാസപ്രകാരം ഈ ഒരു നൂല് ധരിക്കുന്നതിലൂടെ അവരുടെ കളിക്കാർക്ക് കണ്ണീർ തട്ടാതിരിക്കാനും നെഗറ്റീവ് ഊർജത്തെ തടയാനും ഈ നൂലിന് സാധിക്കുമെന്നാണ് ജൂതമത വിശ്വാസപ്രകാരം, കബാല വിശ്വാസപ്രകാരം, ഈ ചിന്താധാര പ്രകാരം അർജന്റീനയിലെ കളിക്കാരായ മെസ്സി ഉൾപ്പെടെയുള്ള ചില കളിക്കാർ വിശ്വസിക്കുന്നത്. പൊതുവിൽ ജൂതമതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് വിശ്വാസധാരകൾ അല്ലെങ്കിൽ രൂഢമൂലമായി കിടക്കുന്ന ജൂതമത വിശ്വാസങ്ങൾ പിന്തുടരുന്ന അവരുടെ ആത്മീയ ചിന്തകളെ പേറുന്ന ഒരു രാജ്യമാണ് അർജന്റീന. വളരെ കൂടുതലായും കത്തോലിക്ക മതവിശ്വാസികളായ ക്രിസ്തീയരാണ് അർജന്റീനക്കാരെങ്കിലും ഈ അർജന്റീനയുടെ കളിക്കാരിൽ ഭൂരിപക്ഷവും കത്തോലിക്കക്കാരാണെങ്കിലും ഇവരുടെ ചില കളിക്കാരിലും ഇവരുടെ വിശ്വാസങ്ങളിലുമൊക്കെ ജൂത മതത്തിന്റെ ഇത്തരത്തിലുള്ള അംശങ്ങൾ കടന്നു വന്നതായും സ്വാധീനങ്ങൾ കടന്നു വന്നതായും നമുക്ക് കാണാൻ സാധിക്കും. ഈ വിശ്വാസത്തെ പറ്റിയും ഈ സ്വാധീനത്തെ പറ്റിയുമൊക്കെ നിങ്ങൾക്കറിയാവുന്ന അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക.
നന്ദി, നമസ്കാരം.